ഹലോ നമസ്കാരം, ഹോല വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓസ്ട്രേലിയൻ അപ്ഡേറ്റ്സ് എന്താ ഞങ്ങൾക്ക് റെഗുലറായിട്ട് തരാത്തത് എന്ന് ചോദിച്ച സ്റ്റുഡൻസും പേരൻസും ഒക്കെ നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. കുറച്ച് ചേഞ്ചസ് ഉണ്ടായിരുന്നു, പക്ഷേ അതൊന്നും നമ്മുടെ സ്റ്റുഡൻറ്റ് വിസേനെ അധികമായി ബാധിക്കാത്തത് കൊണ്ടാണ് അതിനെപ്പറ്റി സംസാരിക്കാതിരുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ വന്ന ചേഞ്ചസ് എന്തൊക്കെയാണ് എന്നറിയാൻ എല്ലാവർക്കും ആഗ്രഹം കാണും. ന്യൂ ഓസ്ട്രേലിയൻ സ്റ്റുഡൻറ്റ് വിസ അപ്ഡേറ്റ്സ് ആണ് ഈ വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. ഫ്രഷ് ആയിട്ടൊരു ന്യൂസ് വന്നിട്ടുണ്ട്. മിനിസ്റ്റർ ഓഫ് ഇമിഗ്രേഷൻ പറഞ്ഞു വിസ ഹോപ്പിംഗ് ഇനി സ്റ്റോപ്പ് ചെയ്യണം. വിസ ഹോപ്പിംഗ് നേരത്തെയും ഇതിനെപ്പറ്റി റിപ്പോർട്ട്സിനുണ്ടായിരുന്നു. എന്താണ് വിസ ഹോപ്പിംഗ്? അതായത് ഒരു വിസയിൽ നിന്നുകൊണ്ട് വേറൊരു വിസയിലേക്ക് ചാടിക്കയറുക എന്നുള്ളതാണ്. അപ്പോൾ ഈ വിസയ്ക്ക് വേണ്ടിയുള്ള ഈ ജമ്പും പരാക്രമവും ഒക്കെ ഇവർ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ പെർമനൻ്റ്ലി ടെമ്പററി വർക്ക് ഫോഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ വിസ ഹോപ്പിംഗ് സിസ്റ്റം. ഫോർ എക്സാമ്പിൾ, നമ്മൾ സ്റ്റുഡൻറ്റ് വിസയിൽ വന്ന് പഠിച്ചു കഴിഞ്ഞിട്ട് സ്റ്റേ ബാഗിൽ നിൽക്കുന്നു. സ്റ്റേ ബാഗ് കഴിയുന്ന സമയത്ത് നമുക്ക് പെർമനൻറ്റ് റെസിഡൻസി കിട്ടുന്നില്ല. ഇങ്ങനൊരവസ്ഥ ഉണ്ടാവാം. നമുക്ക് വേണ്ടത്ര പോയിൻറ്റ്സ് ഇല്ലാതിരിക്കുന്നതോ അല്ലെങ്കിൽ ആ പറയുന്ന ഓക്യുപ്പേഷനിൽ അത്രയും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാത്തത് കൊണ്ടോ പെർമനൻറ്റ് റെസിഡൻസിയിലേക്ക് ലാൻഡ് ചെയ്യാൻ പറ്റാത്തവർ എന്ത് ചെയ്യും? തിരിച്ച് നാട്ടിലേക്ക് പോകുമോ? ഇല്ല. അവർ either വേറൊരു വിസ അറ്റൈൻ ചെയ്തിട്ട് രാജ്യത്ത് തന്നെ നിലനിൽക്കാൻ ശ്രമിക്കും. വേറെ എന്തെങ്കിലും ജോബിൽ നിൽക്കുകയോ അങ്ങനെ എന്തെങ്കിലും ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു വിസയിൽ നിന്ന് വേറൊരു വിസ വീണ്ടും ഒരു സ്റ്റുഡൻറ്റ് വിസയ്ക്കൊക്കെ എടുത്ത് അങ്ങനെ പെർമനൻ്റ്ലി ടെമ്പററി ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ കട്ട് ഡൗൺ ചെയ്യുക, ശരിക്കും സ്കിൽഡ് ഓക്യുപ്പേഷൻസിൽ തന്നെ ജോലി ചെയ്യുന്നവരെ പ്രൊമോട്ട് ചെയ്യുക. അപ്പോൾ അല്ലാത്ത ആൾക്കാരെ കട്ട് ചെയ്യുന്നതോടെ മോർ നമ്പർ ഓഫ് ഇമിഗ്രൻസിനെയും കൂടുതൽ ക്വാളിറ്റിയുള്ള ആൾക്കാരെയും കൊണ്ടുവരാം എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ തോട്ട്. അത് ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കേസാണ്. എങ്കിൽ പോലും ഇതിൻ്റെ ഗവൺമെൻറ് കാണുന്ന ആംഗിൾ കുറച്ചുകൂടെ ക്വാളിറ്റിയുള്ള ആൾക്കാരെ ഓസ്ട്രേലിയയിലേക്ക് കീപ്പ് ഓൺ ചെയ്യാൻ വേണ്ടി ഈ വർഷങ്ങളായിട്ട് മിസ്യൂസ് ചെയ്യുന്നവരെ തടയുക എന്നുള്ളതാണ്. ഇപ്പം അല്ലാതെ ഒരു വിസയിൽ നിന്ന് ഒരു വിസയിലേക്ക് ചാടുന്നവരെ അങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നതല്ല. പക്ഷെ അവർക്ക് വരെ ഒരു ബുദ്ധിമുട്ട് വന്നാലും ഈ വർഷങ്ങളായിട്ട്, അതായത് ഇവിടെ പഠിക്കാൻ വന്ന വിസയിൽ ജോലി ചെയ്യാതെ ചിലപ്പോൾ പെയിൻറ്റിങ്ങോ അല്ലെങ്കിൽ ചിലപ്പോൾ ഡ്രൈവിങ്ങോ ഈ ജോലികളിലേക്കൊക്കെ അങ്ങനെ സ്കിൽ ഷോർട്ടേജ് നമുക്ക് വിദേശത്തു നിന്നൊരു വർക്ക് ഫോഴ്സിനെ കൊണ്ടുവന്ന് ചെയ്യിപ്പിക്കേണ്ടതല്ല. ഇതൊക്കെ ഷോർട്ടേജ് ഉള്ള നല്ല ഓക്യുപ്പേഷൻസാണ്, ഹൈലി പെയ്ഡ് ആണെങ്കിൽ പോലും. ഇപ്പോൾ വിദേശത്തു നിന്ന് വരുന്ന ഒരാളെ കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നത് മാനേജറിയൽ ഓർ പ്രൊഫഷണൽ ഓക്യുപ്പേഷൻസിലേക്കാണ്. അപ്പോൾ നമുക്ക് തിരിച്ചു നമ്മുടെ പോയിന്റിലേക്ക് വരാം, എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. ഇപ്പോൾ ഈ ജൂലൈ 1, 2024 മുതൽ വിസ ഹോപ്പിംഗ് സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഇമ്പാക്റ്റ് സംഭവിക്കാൻ പോകുന്നത് സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്നവർക്ക് സ്റ്റേ ബാക്കിൽ നിൽക്കുമ്പോൾ 485 ടെമ്പററി വിസ എന്ന് പറയും, ടെമ്പററി ഗ്രാജുവേറ്റ് വിസ. ഈ വിസയിൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉടനെ ഒരു സ്റ്റുഡൻറ്റ് വിസയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ആ സ്റ്റേ ബാക്ക് വിസ കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റുഡൻറ്റ് വിസ വേറൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ് നമ്പർ 1. നമ്പർ 2 തിങ്, വിസിറ്റർ വിസയിൽ വരുന്നവർക്ക് ഈ വിസിറ്റർ വിസ കാലയളവിൽ നിന്നുകൊണ്ട് ഒരു സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ദേ ഹാവ് ടു ക്വിറ്റ് ദ കൺട്രി. ഓസ്ട്രേലിയ വിട്ട് തിരിച്ച് നാട്ടിൽ പോയിട്ട് വേണം സ്റ്റുഡൻറ്റ് വിസയ്ക്ക് ട്രൈ ചെയ്യാൻ. ഇത് ഒരുപാട് പേര് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. അപ്പം കഴിഞ്ഞ ഒരു വർഷത്തിൽ 36,000 പേരാണ് വിസിറ്റർ വിസയിൽ നിന്ന് സ്റ്റുഡൻറ്റ് വിസയിലേക്ക് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പം ഈ കൗണ്ട് ഒരു വലിയ കൗണ്ടാണ് അല്ലേ. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഒത്തിരി പേര്, ഇന്ത്യയിൽ നിന്ന് ഒത്തിരി പേര് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തിന് ഒരു കൺട്രോൾ ഇടുക എന്നുള്ളതായിരുന്നു അവരുടെ പ്രൈം ഉദ്ദേശം. ഇപ്പോൾ കുറച്ചധികം വിസ കാറ്റഗറികളെ ഇത് ഈ ഒരു വിസ ഹോപ്പിംഗ് ബാൻ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ വിസയിൽ നിന്നുകൊണ്ടാണ് നമുക്ക് വീണ്ടും ഒരു സ്റ്റുഡൻറ്റ് വിസയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്തത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ലിസ്റ്റ് ഓഫ് വിസ ഹോൾഡേഴ്സ് ദാറ്റ് വോണ്ട് ബി ഏബിൾ ടു അപ്ലൈ ഫോർ സ്റ്റുഡൻറ്റ് വിസ ഓൺ ഷോർ ആരൊക്കെയാണെന്ന് നോക്കാം. 485 ടെമ്പററി ഗ്രാജുവേറ്റ് വിസ നമ്മൾ പറഞ്ഞു. 600 വിസിറ്റർ വിസ, ഇത് നമ്മൾ സംസാരിച്ചു. 601 ഇലക്ട്രോണിക് ട്രാവൽ അതോറിറ്റി. 602 മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് വിസ. 651 ഇ വിസിറ്റർ. 771 ട്രാൻസിറ്റ്. 988 മാരിടൈം ക്രൂ. 995 ഡിപ്ലോമാറ്റിക് ടെമ്പററി പ്രൈമറി വിസ ഹോൾഡേഴ്സ്. 403 ടെമ്പററി വർക്ക് ഇൻ്റർനാഷണൽ റിലേഷൻസ് ഡൊമസ്റ്റിക് വർക്കർ. സബ് ക്ലാസ് 426 ഡൊമസ്റ്റിക് വർക്കർ ടെമ്പററി ഡിപ്ലോമാറ്റിക് ഓർ കൗൺസിലർ ലെവലുള്ളവർക്ക്. അപ്പോൾ ഇത്രയും വിസ കാറ്റഗറിയിൽ നിന്നുകൊണ്ട് ഒരു സ്റ്റുഡൻറ്റ് വിസ ഇനി അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. എല്ലാവർക്കും അപ്പം വരാവുന്നൊരു സംശയമാണ്, നമ്മൾ ഈ സ്റ്റേ ബാക്ക് കിട്ടുന്ന 485 വിസയിൽ നിന്നുകൊണ്ടൊരു സ്റ്റുഡൻറ്റ് വിസ അപ്ലൈ ആകുമോ? ശരിക്കും ആ സമയത്ത് സ്റ്റുഡൻറ്റ് വിസ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. 485 വിസ കാറ്റഗറി എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റേ ബാക്കിൽ വർക്കും സ്റ്റഡി റൈറ്റ്സും തരുന്ന ഒരു പീരീഡാണ്. അപ്പോൾ ആ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം എന്നുള്ളതാണ്. പക്ഷേ ആ സമയത്ത് നിങ്ങൾ വേറെ എന്തെങ്കിലും പഠിച്ചാൽ പിന്നീട് ഒരു സ്റ്റേ ബാക്ക് കിട്ടത്തില്ല എന്ന് ഓർമ്മ വേണം. അപ്പം മാക്സിമം നിങ്ങൾ കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ മനസ്സിലാക്കി സാധ്യതയുള്ള പ്രോഗ്രാമുകൾ തന്നെ പഠിക്കാൻ പറ്റും. നമ്മൾ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്,
ഓസ്ട്രേലിയ വന്ന് പഠിക്കാൻ കയറി കഴിയുമ്പോഴാണ് ഇവിടുത്തെ സിറ്റുവേഷൻ, അയ്യോ ഇത് ഞാൻ എടുത്ത കോഴ്സ് PR സാധ്യത ഇല്ലാത്തതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് സ്റ്റേ ബാക്ക് സമയത്ത് തന്നെ അവർ വേറൊരു ഗ്രാജുവേറ്റ് ഡിപ്ലോമ പ്രോഗ്രാം, ഫോർ എക്സാമ്പിൾ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ, അങ്ങനത്തെ പ്രോഗ്രാമുകൾ അതിന് ശേഷം വന്ന് പഠിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ അങ്ങനെ സ്റ്റിൽ ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങളുടെ വിസ തീരാൻ നേരം ഒരു സ്റ്റുഡൻറ്റ് വിസ, അതായത് 485 വിസ തീരാൻ നേരം ഒരു സ്റ്റുഡൻറ്റ് വിസ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പ്രോബ്ലമായിട്ട് വരും. അതായത് നിങ്ങളുടെ ഈ 485 കാലയളവിനുള്ളിൽ തന്നെ നിങ്ങളുടെ പഠിത്തം നിങ്ങൾ പഠിച്ച് തീർത്തില്ലെങ്കിൽ ദെൻ വെൻ യു അപ്ലൈ ഫോർ എ സ്റ്റുഡൻറ്റ് വിസ, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി ആ വിസ പീരീഡ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓസ്ട്രേലിയ നിൽക്കാൻ ഒരു വിസ വേണ്ടേ, ആ സമയത്ത് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ വിസ റിജക്റ്റായി പോകും എന്നുള്ളതാണ് ഈ 1 ജൂലൈ മുതലുള്ള നിയമം. അതായത് ഇപ്പോൾ ഉള്ളവർക്ക് എന്തെങ്കിലും ഒരു ട്രാൻസിഷൻ അറേഞ്ച്മെൻറ്റ് വന്നേക്കാം. അതായത് നിങ്ങൾ കോഴ്സ് പഠിച്ച് തീരുന്നതിന് മുന്നേ നിങ്ങളുടെ 485 തീരുന്നുണ്ടെങ്കിൽ ആ ഒരു കാലയളവിലേക്ക് ഒരു വിസ കിട്ടാനായിട്ട്, എക്സ്റ്റൻഷൻ കിട്ടാനായിട്ട് ഒരു ട്രാൻസിഷൻ എഗ്രിമെൻറ്റ് വന്നേക്കാം. ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ട്രിബ്യൂണലിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ട് വേണം നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടി വരിക. അപ്പോൾ അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ, ഒരു ട്രാൻസിഷൻ എഗ്രിമെൻറ്റ് സർക്കാർ കൊണ്ടുവരട്ടെ. അല്ലെങ്കിൽ നിങ്ങൾ ആവശ്യമില്ലാതെ കോർട്ടിൽ കുറച്ച് പൈസ കളയേണ്ടി വരും അല്ലേ, ഒരു മൈഗ്രേഷൻ ലോയറിനെ അലോക്കേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ, സിമ്പിളായിട്ട് പോകാം. നിങ്ങൾ കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് പെർമനൻറ്റ് റെസിഡൻസിക്ക് കൂടി സാധ്യതയുള്ള കോഴ്സുകൾ എടുക്കുക. ഇപ്പോൾ ചിലവരൊക്കെ പഠിക്കാൻ വരുമ്പോൾ ഇങ്ങനെ ആലോചിക്കും, ഓക്കെ എൻ്റെ കരിയറാണ് എനിക്ക് ഇമ്പോർട്ടൻ്റ്, എനിക്ക് ഇഷ്ടമുള്ളിടത്താണ് പഠിക്കണം, ഇഷ്ടമുള്ള കോഴ്സ് തന്നെ പഠിക്കണം, അല്ലെങ്കിൽ ഞാൻ പിന്നീട് ഇത് എൻജോയ് ചെയ്യത്തില്ല എന്ന് കരുതി ഇഷ്ടമുള്ളത് എടുത്തിട്ട് ഇവിടെ വരുമ്പോൾ കുറച്ചുകൂടെ റിയാലിറ്റി മനസ്സിലാക്കുമ്പോൾ അയ്യോടാ ഞാൻ പെട്ടുപോയല്ലോ, ഞാൻ ഇത്രയും രൂപ ഇൻവെസ്റ്റ് ചെയ്ത് വന്നിട്ട് ഇത്രയും കഷ്ടപ്പാടെടുത്തിട്ട് എനിക്ക് പെർമനൻറ്റ് റെസിഡൻസ് കിട്ടുന്നില്ലെങ്കിൽ ഞാൻ തിരിച്ച് നാട്ടിൽ പോകുന്നത് വെർത്തല്ല, ഈ രാജ്യം മനോഹരമാണ്, ഇവിടെ തരുന്ന ഓപ്പർച്യൂണിറ്റീസ് വലുതാണ് എന്നൊക്കെ മനസ്സിലാക്കുന്ന ഒരു പോയിൻ്റ് ഉണ്ട്. അത് ഒരു ലെവൽ ഓഫ് മെച്യൂരിറ്റി നിങ്ങൾ അറ്റൈൻ ചെയ്യുമ്പോഴാണ് ആ റിയലൈസേഷൻ പലർക്കും കിക്ക് ഇൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ കോഴ്സ് എടുത്ത് സെലക്ട് ചെയ്ത് വരുന്നതിന് മുന്നേ ഇവിടെ ഓസ്ട്രേലിയയിൽ പെർമനൻറ്റ് റെസിഡൻസ് ആയിട്ട് ഇവിടെ ഒക്യുപ്പേഷൻസിൽ ജോലി ചെയ്യുന്നവരോട് സംസാരിക്കുക, പല ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ചെയ്യുന്നവരോട് സംസാരിക്കുക. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഒക്യുപ്പേഷനിൽ അവരോട് മാത്രം സംസാരിക്കരുത്, അവർ ബയസ്ഡ് ആയിരിക്കും. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഓസ്ട്രേലിയയിൽ ഒരുപാട് മലയാളി നഴ്സുമാരുണ്ട്. ഞാൻ കൂടുതലും കേൾക്കുന്ന എൻ്റെ ആൻറ്റി ഓസ്ട്രേലിയയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൻറ്റിയോട് ചോദിക്കുമ്പോൾ ആൻറ്റി പറയും നഴ്സിംഗ് മാത്രമേ എടുക്കാവുള്ളൂ. കാരണം ആൻറ്റി കാണുന്നത് കൂടുതലും ആശുപത്രിയിലും കൂടെ വർക്ക് ചെയ്യുന്നവരും അവരുടെ ഫാമിലിയും ഒക്കെ ആ ഒരു ഒക്യുപ്പേഷൻ സറൗണ്ടിങ് ആണ് കൂടുതലും കാണുക. അതേസമയം ഒരു സിറ്റികളിലൊക്കെയാണ് താമസിക്കുന്നതെങ്കിൽ, സിഡ്നിയിലോ മെൽബൺ സിറ്റിക്കോ അടുത്തുള്ള ഒരു ഏരിയയിലാണ് നിങ്ങളുടെ ആൻറ്റി വർക്ക് ചെയ്യുന്നതെങ്കിൽ പോലും അവർക്കറിയാം കുറേ അതർ പ്രൊഫഷണൽസും ഓസ്ട്രേലിയയിൽ വളരെ നല്ല ഒക്യുപ്പേഷൻസിൽ ജോലി ചെയ്യുന്നവരും ഹൈ ഏർണിംഗ് കപ്പാസിറ്റിയോടെ ഹൈ ആയിട്ട് ഏൺ ചെയ്യുന്നവരും നല്ല ജീവിതം കാഴ്ചവെക്കുന്നവരും ഒക്കെ ഉണ്ട് എന്നുള്ളത് ഒരു റിയലൈസേഷൻ അവർക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങളെപ്പോഴും ഈ അഭിപ്രായങ്ങൾ എടുക്കുമ്പോൾ പല തരത്തിലുള്ള ആൾക്കാരോട് സംസാരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. ഒരാളുടെ അനുഭവമായിരിക്കുകയില്ല ഉണ്ടാവാൻ പോകുന്നത് അല്ലേ. 1000 പേർക്ക് 1000 അഭിപ്രായങ്ങളായിരിക്കും. ഇപ്പം നിങ്ങളിതിനൊക്കെ റിലൈ ചെയ്യാവുന്നത് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസായിട്ട് ഇവിടെ വന്ന് പഠിച്ചു കഴിഞ്ഞ ആൾക്കാരുടെ വാക്കുകൾ കേൾക്കുക, പെർമനൻറ്റ് റെസിഡൻ്റ് ആയവരുടെ വാക്കുകൾ കേൾക്കുക, ഈ ഒരു പാത്വയിലൂടെ പോയി രക്ഷപ്പെട്ടവരോട് സംസാരിക്കുക. യു വിൽ ഗെറ്റ് മോർ ഇൻസൈറ്റ്സ്. ഇവിടെ പഠിക്കാൻ വന്ന കുട്ടികളുടെ അനുഭവങ്ങൾ മനസ്സിലാക്കുക. അതിനൊക്കെ ശേഷം കോഴ്സ് ഡിസൈഡ് ചെയ്യുക. എപ്പോഴും അതിനുള്ള ഓപ്പർച്യൂണിറ്റി നമ്മളെപ്പോലെയുള്ള ഏജൻസികൾ തരാറുമുണ്ട്. അപ്പോൾ തീർച്ചയായും അങ്ങനെയുള്ള ചാൻസുകൾ കൂടുതൽ ഉപയോഗിക്കുക. അങ്ങനെ നല്ലൊരു തീരുമാനം എടുത്ത് തന്നെ ഓസ്ട്രേലിയക്ക് വരിക. പിന്നീട് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ കണ്ടില്ല, ഇതുപോലത്തെ റൂൾ ചേഞ്ചസ് ഒക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങളെ അഫക്റ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ എടുക്കുന്ന കോഴ്സ് നിങ്ങൾക്ക് വേണ്ടതാണ്, നിങ്ങളുടെ പാഷനും നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ്, ഓസ്ട്രേലിയയിലുള്ള ഓപ്പർച്യൂണിറ്റിയും കൂടെ മാച്ച് ചെയ്യുന്ന കോഴ്സ് തന്നെ എടുക്കണം. അങ്ങനെയാണ് ഈ പ്രശ്നങ്ങളൊന്നും നിങ്ങളെ ബാധിക്കുന്നതേ അല്ല. അപ്പോൾ ഇതുപോലെ തന്നെ വേറെ കുറച്ച് ചേഞ്ചസ് കൂടെ വന്നിരുന്നു. വിസയുടെ അപ്ലൈ ചെയ്യാൻ, സ്റ്റേ ബാക്ക് വിസ അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് 35 ആയിട്ട് കുറച്ചിരുന്നു, എക്സെപ്റ്റ് ഫോർ PhD ആൻഡ് മാസ്റ്റർ ബൈ റിസർച്ച് കോഴ്സ് ചെയ്യുന്നവർക്ക്. ബാക്കിയുള്ളവർക്ക് കൂടെ എന്തെങ്കിലും റിലാക്സേഷൻ കിട്ടുമായിരിക്കും. പക്ഷേ ഇപ്പം 35 വയസ്സിന് മുകളിലുള്ളവർക്ക് പഠിച്ചു കഴിഞ്ഞ് സ്റ്റേ ബാക്ക് കിട്ടത്തില്ല. അപ്പോൾ അതുപോലെ ഇംഗ്ലീഷ് പ്രൊഫഷ്യൻസി ക്രൈറ്റീരിയ ഒന്ന് ടൈറ്റാക്കിയിരുന്നു. അതുപോലെ ലിവിങ് കോസ്റ്റ് കുറച്ച് കൂടുതൽ, $29,000 വാർഷികം അത്രത്തോളം ഫണ്ട് കാണിക്കണം എന്നുള്ളത് എക്സ്ട്രാ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്, വേറെ കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. വിസ ഹോപ്പിംഗ് ഇനിയും തൊട്ട് സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് കാണും വരയ്ക്കും. ദിസ് ഇസ് ജസ്വിൻ സൈനിങ് ഔട്ട് ഫ്രം ഓല വേൾഡ് യൂട്യൂബ് ചാനൽ.